ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. നീ പറഞ്ഞു സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യുമെന്ന്. നീ സ്നേഹിക്കുന്ന ഹരിതവർണ്ണമാർന്ന മുതലയെ വിമോചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ കാണാത്ത പാതകളിലൂടെ നമുക്ക് പോവുക. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഉദയതാരകങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ഇരുണ്ട ശിരസുകളാൽ അവമതികളെ തുടച്ച് തൂത്തുകളഞ്ഞ് നമുക്ക് പോവുക. ഒന്നുകിൽ നാം വിജയം നേടും, അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് നാം നിറയൊഴിക്കും. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. എന്റെ ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഞങ്ങൾക്ക് വേണ്ടത് ഒരു പാറക്കെട്ട്, ഞങ്ങൾക്ക് വേണ്ടത് ഒരു പാറക്കെട്ട്. അവരുടെ തോക്കുകൾ, വെടിയുണ്ടകൾ, അത്രമാത്രം ഇരുമ്പ് ഞങ്ങളുടെ വഴി തടയുന്നുവെങ്കിൽ, അമേരിക്കൻ ചരിത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ഇരുമ്പ് ഞങ്ങളുടെ വഴി തടയുന്നുവെങ്കിൽ, ഞങ്ങളുടെ ഗറില്ല അസ്ഥികൾക്ക് പുതയ്ക്കാൻ ക്യൂബയുടെ കണ്ണീര് കൊണ്ട് നെയ്ത ഒരു കമ്പളം മാത്രം പ്രിയപ്പെട്ട മുടിയൂറോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട മുടിയൂറോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകാം. ഇന്ത്യൻ ജനത നിങ്ങളോടൊപ്പം ഉണ്ടാകും. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. വെനിസ്വേലയുടെ അഭിമാനമായ മഡ്യൂറോയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നിരവധി രാജ്യങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ അധിനിവേശത്തിന്റെ തുടർച്ചയാണ് ഇന്ന് വെനിസ്വേലയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിനോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇങ്ങോട്ടേക്ക് നമ്മുടെ പ്രതിഷേധ പ്രകടനം വരുമ്പോൾ ഡിവൈഎഫ്ഐയുടെ വഞ്ചിയൂർ ബ്ലോക്ക് ട്രഷറർ സഖാവ് ദിനീത് വിളിച്ചൊരു മുദ്രാവാക്യം ട്രംപ് തെമ്മാടികളുടെ രാജാവ് എന്ന. രാജാവ് എന്ന പദം വലിയ വിശേഷണമാണെന്ന് ട്രംപ് കരുതണ്ട. തെമ്മാടികളുടെ രാജാവ് എന്ന വിശേഷണമാണ് നിങ്ങൾ അർഹിക്കുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു കയറി ഏതെങ്കിലും ഒരു വിദേശ ശക്തി ഇങ്ങനെ പെരുമാറിയാൽ ഞങ്ങൾക്ക് എത്ര വേദനിക്കുമോ, ഞങ്ങളിൽ എത്ര രോഷമുണ്ടാകുമോ, ഞങ്ങളിൽ എത്ര തീവ്രത ഞങ്ങളുടെ പ്രതിഷേധങ്ങളിൽ ഉണ്ടാകുമോ, അത്രയും പ്രതിഷേധം വെനിസ്വേലയുടെ അഭിമാനമായ രാഷ്ട്രനാഥനെ, രാഷ്ട്രനായകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. പാലസ്തീനിലെ 10,000-കണക്കിന് മനുഷ്യരെ വംശഹത്യ ചെയ്ത ഇസ്രായേലിനെ ചേർത്തു പിടിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ പോലെ ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യുദ്ധം അടിയന്തരമായി വെനിസ്വേലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അമേരിക്കൻ പട്ടാളം തയ്യാറാകണം. അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ. അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനിസ്വേല. പട്ടാളം പൊന്നാനി മണ്ഡലം വിട്ടു പോവുക. ചുറ്റിന്ത്യ, ചുറ്റിന്ത്യ.